നിനക്ക് എന്താ എന്നും കടയിൽ നിന്ന് എന്തെങ്കിലും തിന്നാലേ ഇറങ്ങുള്ളോ? അപ്പൊ ഞാൻ ഇതെന്തിനാ ഉണ്ടാക്കി വെക്കുന്ന ഇവിടെ? അത് ബിസ്ക്കറ്റ് അല്ലേ? ബിസ്ക്കറ്റ്. അയ്യോ, ഞാൻ വിളിച്ചത് എന്റെ ഭാര്യയാണ്. പോയി അവിടെ ഇരിക്കോ. പറയട്ടെ, ഈ പ്രായമുള്ള പെൺപിള്ളേർക്ക് ഇതാണ്. ആരെങ്കിലും ചുണ്ടനക്കാൻ കാത്തു നിൽക്കും അത് കേൾക്കാനായിട്ട്. ഇതവിടെ നമ്മുടെ മറ്റേ മോഹനല്ലേ, പെയിന്റ് പണിക്ക് പോണത്. ഓ അവൻ തന്നെ. അവിടെ ഇന്നലെ ചെറിയൊരു സംഭവം ഉണ്ടായി. അവൻ രാവിലെ പെയിന്റിങ്ങിന് പോയ സമയത്ത് അവന്റെ ഭാര്യ അവിടെ നിന്ന് വേറൊരു എന്താടേ എന്ത് നിനക്ക് പഠിക്കാനൊന്നും? അതിപ്പോ നാളെ സ്കൂളില്ലല്ലോ. നാളെ സ്കൂളില്ലാന്ന് പറഞ്ഞ് വലിയൊരു പറയണ എല്ലാം അങ്ങനെ കേൾക്കാൻ നിൽക്കാന്നാണോ? സ്കൂളെ കാക്കെടുത്തോണ്ട് പോയൊന്നുമില്ലല്ലോ. നാളെ ശനിയല്ലേ? അതിനെന്താ തിങ്കളാഴ്ച സ്കൂളിൽ പോകണ്ടേ? 2 ദിവസമില്ലേ? ആണോ? അയ്യോ, 2 ദിവസം കൊണ്ട് ഇവിടെ മല മറിക്കും. തിങ്കളാഴ്ച ആകുമ്പോൾ തുടങ്ങും ബുക്ക്. അയ്യോ, ഹോംവർക്ക് എഴുതാൻ മറന്നു. രാവിലെ എടുത്തിട്ട് ഒരു പ്രാളം പോയി പഠിക്കില്ല. ഓ, എന്തൊരു ശുഷ്കാന്തി. ഇത് തന്നെയാണ് ഈ പെണ്ണിനുള്ളത്. പറയാം. എനിക്കല്ലെങ്കിൽ അവരിഷ്ടമല്ല. നിനക്ക് ആരെയും ഇഷ്ടമുള്ളത്? അതല്ല, ആ പെണ്ണിന്റെ നടപ്പ് അത്ര ശരിയല്ല. പറയല്ലേ. എന്താണ് പറയുക? അവൻ പെയിന്റിങ്ങിന് പോയ സമയത്ത് അവിടെ വേറെ ഏതോ ഒരുത്തൻ അവിടെ വന്നു. അപ്പൊ എന്തോന്നറിയ പരീക്ഷ പേപ്പർ ശരിയാക്കി തരാട്ടാ. ഈ ചെറുക്കനെ കൊണ്ട് വലിയ പാടായിട്ടുണ്ടല്ലോ ഇപ്പൊ. എത്രോയം നിങ്ങൾ ചിരിച്ചോ? പ്രിയപ്പെട്ടി അക്ഷയ മരുപടി തിന്നില്ലല്ലോ. ഞാൻ കത്തിയിരിക്കുന്നു ഞരഴിച്ച എന്താ പരിപാടി എന്ന് സ്വന്തം ഗോവിന്ദൻ. എന്താ തക്കളി മോളെ ഇത്? ഞാൻ അറിഞ്ഞില്ല. എന്ത് നീ അറിഞ്ഞില്ല? നിന്റെ പത്രത്തിനകത്തല്ലേ നീ അറിഞ്ഞില്ലേ? ഈ കണക്കിന് നിന്റെ ബാഗിൽ പൂച്ച പറ്റി കൊടുത്താലും നീ അറിയൂലല്ലോ. ഞാൻ കണ്ടില്ല. നീ കാണൂല. പള്ളിക്കൂടത്ത് പോയ പിന്നെ നിനക്ക് എന്തിനാണ് ശ്രദ്ധ? വല്ലവനും ബാഗിലോ ബുക്കിലൊക്കെ ഇത് പോട്ടെ. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് കാണിക്കേണ്ട പണിയാണോ ഇത്? ആണോ? ഞാൻ എന്തേതമ്മ? നീ ചിരിച്ചു കളിച്ച് നടപ്പുണ്ടാവും ആ ചെക്കൻ്റെ അടുത്ത്. എന്നെ എന്തിനാണ് കുറ്റം പറയണ? കരഞ്ഞിട്ട് കൂടെ അവള്. അമ്മ അതല്ല പറഞ്ഞത്. എടാ, ഇത് തന്നെയാണോടാ വീട്? എടാ, ഇത് തന്നെയാ വീട്. ഞാൻ ഇവിടെ ആ വഴി നടന്നു പോണ ഞാൻ കാണാറില്ലേ? എടാ, എനിക്ക് പേടിയാവോടാ. ഞാൻ പറഞ്ഞേക്ക്, നീ വീട്ടിലേക്ക് കയറുക, പ്രപ്പോസ് ചെയ്യുക. എടാ, എന്റെ 2ാമത്തെ ലൈൻ ഇങ്ങനെയല്ലേ? എടാ, എന്നാലും എനിക്ക് നിന്നെ പോലെ. നീ പേടിക്കല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണെങ്കിൽ ഞാൻ സിഗ്നൽ തരാം. എടാ, എന്നാ ഒന്ന് ധൈര്യം തരണേടാ. എടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ നിന്നെ വിട്ടൊന്നും പോത്തൊന്നുമില്ല. പ്രപ്പോസ് ചെയ്യാനൊക്കെ വെച്ചാ അവള് ചൂടാവോടാ? ഇല്ല. എടാ, അതില്ല. ആ പൊക്കോ. ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ടിനെ തപ്പിയാണ്. അവനെന്തിനാ ഓടിയതിന്? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല, സത്യമായിട്ടും. അവനാരാ? എന്റെ കൂട്ടുകാരന്. നീ എന്തിനാ ഇവിടെ നിൽക്കണേ? അല്ല, ഞാനൊന്ന് ജസ്റ്റ് ഇതിലേ കൂടെ പോയപ്പോ എന്റെ സ്കൂളിലെ ഫ്രണ്ട് നോട്ട്സ് ഒന്നും എടുക്കാൻ വന്നു. സ്കൂളിലെ ഫ്രണ്ടോ? ഇവിടെ നിനക്ക് ഏത് ഫ്രണ്ട്? ഫ്രണ്ടിന്റെ പേരെന്താണ്? ഫ്രണ്ടിന്റെ പേര് അക്ഷയ്. നിന്റെ പേരാ? ഗോവിന്ദ്. എന്താ? ഗോവിന്ദ്. ഗോവിന്ദൻ കുട്ടി അല്ലേ? അക്ഷയുടെ വീട് ഇവിടെ തന്നെയാണ്. നിനക്ക് അക്ഷയുടെ നോട്ട് വാങ്ങണം അല്ലേ? വാങ്ങാം. ഇല്ല ഇല്ല, അങ്ങനെ പോരുത്. അല്ലല്ല, നോട്ടൊക്കെ പഠിക്കാനുള്ള സമയത്ത് തന്നെ മേടിക്കും. അങ്ങോട്ട് പോയേ മോനെ, അങ്ങോട്ട് കേരള സൈക്കിളിൽ. നിനക്ക് അക്ഷയുടെ നോട്ട് മേടിക്കണം അല്ലേ? ഞാൻ മേടിച്ചു തരാം. നീ നിന്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതല്ലേ? അങ്ങനെ കാണാതെ പോകുന്നത് മോശം. ഇല്ല ഇല്ല, വേണം. മോൻ കഷ്ടപ്പെട്ട് വന്നതല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടി വന്നല്ലേ? ഓടാ. ഇല്ല, എനിക്കറിയാം. ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം. നീ പോ. ഇവിടെ കൂടി ഇടാ. തള്ളിയിടോടാ എന്നെ കൂടെ. അല്ല, വീട്ടിൽ പോവാൻ നമുക്ക്. അതിനുമ്പോ ഇവിടെ ഒരു വീടുണ്ട്. ആ വീട് കണ്ടിട്ട് നമുക്ക് 1-2 പേരെയൊക്കെ പരിചയപ്പെടാനുണ്ട്. പരിചയപ്പെട്ടിട്ട് എന്റെ പൊന്നു മോനെ ഞാൻ അങ്ങ് വിടാം. മമ്മി? അയ്യോ, മമ്മി ഉണ്ട്. ഇവിടെ ഉണ്ട് മമ്മി. അമ്മാവോ ഒന്ന് വന്ന. ഇത് ആരാ ഒന്നൊക്കെ നോക്കി അമ്മാവാ? മനസ്സിലായില്ല? ഇതാണ് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞാൽ
നമ്മളെ മറ്റേ തക്കളി ഗോവിന്ദൻകുട്ടി. അവനാണ് ആളില്ലേ? ഇവനാണ് ആ ഗോവിന്ദൻകുട്ടി, ആ മുതല്. വായ തുറന്ന് പറയടാ എന്താ? അങ്ങള് അതിലൊന്ന് വന്നപ്പോ ഇങ്ങോട്ടും നോക്കിനേ ഉള്ളൂ. അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അവന് നമ്മളെ വഴി കൊള്ളാം അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ച് നോക്കിയതല്ല. അയ്യോ അങ്ങനെ പോരുത്, അങ്ങനെ അങ്ങനെ പോരുത്. നിക്ക, നമുക്ക് ഒന്ന് രണ്ടുപേരെ പരിചയപ്പെടണം. തങ്കം, തങ്കം, അവിടെ ഇനി വാ, ഇനി വാ. പോണ്ട പോണ്ട. ഇനി വാ, ദേ ഇവിടെ ഒരു മുതല് വന്നിട്ടുണ്ട്. വാ വാ തങ്കം, നീ മനസ്സിലായോ? കൊച്ച് ഇതാണ് ഗോവിന്ദൻ പിള്ള. ഗോവിന്ദൻ കഥാനായകൻ, കഥാനായകൻ. ഒറ്റയ്ക്കല്ല, ഒരു ഗുണ്ടയും കൊണ്ടാ വന്നത്. വേർത്തോണ്ട നമ്മ ഓടിക്കളഞ്ഞു. ഇത് എന്നോടിയാ മുതല്. നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു. ഇതിലേ പോയപ്പോ നോക്കിനേ ഉള്ളൂ. അയ്യടാ പാവം, വീട് മാറി വന്നാടാ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ വീടാന്ന് കരുതി വന്നതാ അല്ലേ? എന്തായാലും വന്നതല്ലേ. ഈ മുതലൊന്ന് കാണട്ടെ. തല ഉയർത്ത് കാണട്ടെ. അയ്യോ, ഒരു നാണം നോക്കിയോ, നാണം നോക്കിയോ. അതെ, നമുക്ക് മോൻ വന്നതല്ലേ, മോൻ എന്തെങ്കിലും സൽക്കരിച്ചു വിടാം. പിന്നെ വിടാൻ പാടും. ഇല്ല, അങ്ങനെ പറയാം. ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് മോനിന്ന് പോവാ കേട്ടാ. പാല് കുടിക്കാറില്ല. അയ്യോ, പക്ഷെ ഒന്ന് പാല് കുടിച്ചേ പറ്റൂ. അതെ, ഇറങ്ങി മോനെ, ഇറങ്ങി. ഞങ്ങളെ വീട്ടിലെ വിരുന്നുകാരി വന്ന് സൽക്കരിച്ചു വിടലാണ് പതിവ്. അമ്മാവാ, ഇതിന്റെ കാറ്റങ്ങ് തുറന്നു വിട്ടാലോ? വേണ്ട, നമുക്ക് അത് കത്തിച്ചാണ്ട് കളയാം. എന്നാ പിന്നെ അങ്ങനെ വെറുതെ കുറച്ച് ഇരുന്നിട്ട് പോവാ. ബലം പിടിക്കല്ലേ, കണ്ടോ? അപ്പൊ പിന്നെ പ്രായതാണ്, ബലം പിടിക്കല്ലടാ. അമ്മാവൻ അതൊക്കെ ഏറ്റെടുത്തു. കൊള്ളാം. സത്യത്തിൽ ചിരിക്കല്ല വേണ്ടത്. നന്ദനെ നല്ല വിളിച്ച് രണ്ട് വർത്താനം പറയണ്ട. എങ്ങനെ പിള്ളേരെ വളർത്തുന്നത്? എന്തിനു അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഒരു പിള്ളേർ കളിയായിട്ട് എടുത്താൽ പോലെ. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. തക്കളി, നിനക്ക് അവനോട് വല്ലതും പറയണമെന്നുണ്ടോ? എന്തെങ്കിലും സംസാരിക്കാണ്ടായി വന്ന് സംസാരിക്കുക. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലയോ. ഒരു കാര്യം ചെയ്യും, പോയി ഒരു നോട്ട് ബുക്കും പേന എടുത്തോണ്ടോ. ഒരു നോട്ട് ബുക്കും പേന എടുത്തോണ്ട് വാങ്ങിക്കോട്ട്. എന്നാ മധുര കിള്ളി പൊളിക്കുമല്ലോ. പറയണ പിള്ളേരോട് വർത്താനം പറഞ്ഞ എന്തിനാ നീ? എടി, എന്റെ മോൾ എപ്പോഴും നല്ല ബോൾഡ് ആയിട്ടിരിക്കണം. ഇതുപോലെ ഏതെങ്കിലും പീക്കറികൾ വന്ന് വല്ലതും പറഞ്ഞാൽ കരഞ്ഞോണ്ട് വീട്ടിൽ വരരുത്. എന്റെ മോളാ, ഞാൻ അവൾ അങ്ങനെ തന്നെ വളർത്തിയത്. ഓ, അത് ഞാൻ കണ്ട്. അവൻ എഴുതി ആ പേപ്പർ കിട്ടിയപ്പോ തന്നെ അവന് കരയാൻ തുടങ്ങിയത്. ഗോവിന്ദൻകുട്ടി, ഗോവിന്ദോ മോനെ, ഗോവിന്ദൻകുട്ടി.